ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി വരികയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ദിലീപ് 8ാം പ്രതിയായ കേസിൽ ആണ് വിധി പറയുക. 7 വർഷവും 7 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കേസിലെ നിർണായക വിധി വരുന്നത്. 7 വർഷവും 7 മാസവും നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ നാളെ വിധി വരികയാണ്. കേസിൽ നടൻ ദിലീപാണ് 8ാം പ്രതി. ആ കേസിലായിരിക്കും നാളെ വിധി വരിക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേരളം കാത്തിരുന്ന ഒരു വിധി കൂടിയാണിത്. വിചാരണ നേരിട്ടത് 10 പേരായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, 7 വർഷവും 7 മാസവും നീണ്ട നിയമ പോരാട്ടം എന്ന് പറയുമ്പോൾ അത് അതിജീവിതയായ നടിയെ സംബന്ധിച്ചിടത്തോളം അത്ര നിസ്സാരമായിരുന്നില്ല, അല്ലേ? തീർച്ചയായും ഒരിക്കലും അത് എളുപ്പമുള്ള ഒരു പോരാട്ടമായിരുന്നില്ല. കാരണം വലിയ രീതിയിൽ ഈ തിരിച്ചടികളും കാര്യങ്ങളും എല്ലാം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് പല സമയത്ത് ഇതിൽ ഉണ്ടായിരുന്നു എന്നതാണ്. പലപ്പോഴും അവർക്ക് തന്നെ കോടതിയെ സമീപിക്കേണ്ട കാര്യങ്ങളിലെല്ലാം തന്നെ വന്നു. പലതവണ ഹൈക്കോടതിയിലേക്കടക്കം എത്തുകയും ചെയ്തു. കാരണം അതിൽ ഈ അവരുടെ വാദങ്ങൾ സംരക്ഷിച്ച് നിർത്തുന്നതിലും എല്ലാം തന്നെ കോടതിയിലേക്കെല്ലാം തന്നെ പോകേണ്ട അവസ്ഥ വന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഹാഷ് വാല്യൂ തെളിവുകളുടെ ഒരു സംരക്ഷണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ആ തെളിവുകളാണെങ്കിൽ പോലും അതിന് എന്തു സംഭവിക്കുന്നു എന്ന വലിയ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിൽ തെളിവ് നശിപ്പിക്കപ്പെടുമോ എന്ന ഒരു ആശങ്കകൾ ഉയർന്നിരുന്നു. അങ്ങനെ പല രീതിയിലും അവർക്കും കോടതിയെയും സമീപിക്കേണ്ട അവരുടെയും ഒരു പോരാട്ടം തന്നെയായിരുന്നു ആ നാളുകളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ നടിയെ ആക്രമിച്ച കേസ് പോലെ ഇത്രമേൽ ശ്രദ്ധിക്കപ്പെട്ട കേരളം ഇതെന്താണ് സംഭവിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഈ സംഭവത്തിൽ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയ ഒരു സംഭവം ഈ വിചാരണ പോലെ നീണ്ടുപോകുമ്പോൾ തന്നെ അങ്ങനെയൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുന്ന സംശയം തന്നെയാണ്. ഏതായാലും അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്കെല്ലാം തന്നെ എത്തുകയാണ്. നാളെയാണ് ആ കേസിൽ അന്തിമ വിധിയിലേക്ക് വരുന്നത്. നാളെ പ്രാഥമികമായും ഇവിടെ നടക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇത് വാദം എല്ലാം തന്നെ പൂർത്തിയായി. അതിനുശേഷം നാളെ മുഴുവൻ പ്രതികളും ഹാജരാകണം. ഇതിൽ ഇവർക്കുള്ള ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് ഇവരുടെ കുറ്റങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലാണ് പ്രാഥമികമായിട്ട് ഇവർ എന്തെല്ലാം ഈ 10 പ്രതികളുടെയും കുറ്റം ഇതാണ്, ഈ കുറ്റം തെളിഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ ജസ്റ്റിസായത് ബന്ധപ്പെട്ട് അതിൽ വാദങ്ങൾ ഉണ്ടാകും. ഇവരുടെ കുറ്റങ്ങൾ ഏതൊക്കെയെന്ന് വ്യക്തമാക്കും. തുടർന്ന് അത് നിലനിൽക്കുമോ എന്നതിൽ ഇവരുടെ അഭിഭാഷകരുടെ വാദം പ്രോസിക്യൂഷനുമായിട്ട് കോടതിയിൽ തുടരും. ഇതിനു ശേഷമായിരിക്കും ഇവരുടെ ശിക്ഷാവിധി എന്നത്, ഈ കുറ്റം തെളിഞ്ഞു എന്നതിന് ശേഷമുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് പോകുന്നത്. അത് ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുൻപായിട്ട് ഈ കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുന്ന കുറ്റങ്ങളിൽ മേലുള്ള വാദം പൂർത്തിയായാൽ ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ ഒരു വിധി പ്രസ്താവത്തിലേക്ക് അടക്കം കടക്കാനുള്ളൊരു സാധ്യതയാണ് നാളെ ഉള്ളത്. നാളെ കൊണ്ട് തന്നെ ഇത് വിധി പ്രസ്താവത്തിലേക്ക് അടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും മറ്റെന്തെങ്കിലും ഒരു സാങ്കേതികപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിധി പ്രസ്താവം വേറൊരു ദിവസത്തേക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളൂ. നാളെ കൊണ്ട് തന്നെ വിധിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദിലീപ് 10 പ്രതികളുള്ള കേസിൽ ദിലീപ് 8ാം പ്രതിയാണ്. ഗൂഢാലോചനയാണ് ദിലീപിൽ ചുമത്തിയിരിക്കുന്നത്. ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നതെല്ലാം നാളെയാണ് അതിൽ വ്യക്തമാകുക. ഏതായാലും കുറ്റം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുഴുവൻ പ്രതികൾക്കും ഏതാണ്ട് ഈ ശിക്ഷ ഒരേപോലെ ലഭിക്കുന്നൊരു സാഹചര്യം തന്നെയെല്ലാം നിലവിലുണ്ട് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കേസ് വളരെ പ്രമാദമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ഈ 7 വർഷത്തിന് മുമ്പ് ഈ സംഭവം നടക്കുമ്പോൾ, ഫെബ്രുവരി 17 സംഭവം നടക്കുമ്പോൾ അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് ആദ്യഘട്ടത്തിൽ ഒരു സംശയത്തിൻ്റെ നിഴലിലല്ലായിരുന്ന ദിലീപ് പിന്നീട് ഇതിലേക്ക് വന്നെത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ പ്രതികൾ ഓരോരുത്തരായി അറസ്റ്റിലാകുമ്പോൾ അതിൽ ഒരു കൊട്ടേഷൻ എന്ന രീതിയിലേക്ക് പിന്നീട് പോലീസിന് കാര്യങ്ങൾ വ്യക്തമാകുന്നു. പൾസർ സുനിയെ കോടതി മുറിയിലേക്ക് കീഴടങ്ങാൻ എത്തുമ്പോൾ തന്നെ പോലീസിനെ കീഴ്പ്പെടുത്താനായത് ഈ കേസിലെ ഏറ്റവും നിർണായകമായൊരു നീക്കമായിട്ട് തന്നെയാണ് പോലീസിനെ അതിൽ വിലയിരുത്തുന്നത്. അത് കോടതി വരാന്തയിൽ നിന്ന് പിന്നീട് അകത്തേക്ക് കയറുമ്പോൾ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. നമ്മൾ ആ രംഗങ്ങളെല്ലാം തന്നെ കണ്ടതാണ്. അത് വളരെ നിർണായകമായ ഒരു ഇടപെടൽ ആയിരുന്നു. അത് പിന്നീട് ഇങ്ങോട്ടായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലടക്കം നീങ്ങുമ്പോഴാണ് ദിലീപ് ഈ കേസിൻ്റെ ഭാഗമാകുന്നത്. ദിലീപ് തന്നെ പിന്നീട് ഈ മണിക്കൂറുകൾ നീണ്ട 13 മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലേക്കടക്കം, അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലടക്കം നേരിടേണ്ടി വരുന്നു. ഇതിനൊടുവിലാണ് പിന്നീട് ദിലീപിൻ്റെ അറസ്റ്റ് ഈ കേസിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. 3 മാസത്തോളം നീണ്ട ഒരു കാലയളവ് ഇതിൽ
ജയിലിലേക്ക് അടക്കം നീങ്ങുന്നു. അതിനുശേഷമാണ് ദിലീപിന് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ഇതിൽ ഇളവ് നൽകുന്ന ജാമ്യം നേടുന്നതെല്ലാം തന്നെ ഉണ്ടായത്. ഏതായാലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസിൻ്റെ ഒരു അന്തിമ വിധിയിലേക്കാണ് നാളെ നീങ്ങുന്നത്. ശരി, കേരളം കാത്തിരുന്ന നടിയെ ആക്രമിച്ച കേസിലെ വിധി അങ്ങനെ നാളെ വരികയാണ്. ഡാനി പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.